ഹായ് ഓൾ അസ്സലാമു അലൈക്കും, വെൽക്കം ബാക്ക്. ഞാനിവിടെ ഉണ്ടാക്കുന്നത് ഒരു കൂന്തൽ റോസ്റ്റിൻ്റെ റെസിപ്പിയാണ്. അടിപൊളി ടേസ്റ്റിലുള്ള ഒരു കൂന്തൽ റോസ്റ്റിൻ്റെ റെസിപ്പിയാണ്. ഇനി ഒരു കടായി എടുത്ത് അതിലേക്ക് ഈ റോസ്റ്റ് ഉണ്ടാക്കാൻ ആവശ്യമായിട്ടുള്ള വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണ ഒന്ന് ചൂടായി കഴിഞ്ഞാൽ അതിലേക്ക് 2 ഗ്രാമ്പൂ, 2 പട്ടയും 1 ടേബിൾ സ്പൂൺ ഇഞ്ചി ചതച്ചെടുത്തതും 1 ടേബിൾ സ്പൂൺ വെളുത്തുള്ളി ചെറുതായി നുറുക്കിയെടുത്തതും ഇതിലോട്ട് ചേർത്ത് കൊടുക്കാം. ഇവയെല്ലാം ചേർത്ത് കൊടുത്ത് ഇതൊന്ന് വഴറ്റിയെടുക്കുക. ഒരു 2 മിനിറ്റ് നല്ലോണം ഇതൊന്ന് വഴറ്റിയെടുക്കാം. ഇനി ഇതിലോട്ട് ഒരു 10-12 ചെറിയ ഉള്ളി കട്ട് ചെയ്തതും ഇതിലോട്ട് ചേർത്ത് കൊടുത്ത് ഒന്ന് വഴറ്റിയെടുക്കുക. കുറേ നേരം വഴറ്റിയെടുക്കണമെന്നില്ല, ജസ്റ്റ് ഒന്ന് വഴറ്റിയെടുത്താൽ മതി. ഇനി ഇത് കുക്കറിലും ഉണ്ടാക്കിയെടുക്കാവുന്നതാണ്. ഇവിടെ ഞാനൊരു കടായിലാണ് ഉണ്ടാക്കുന്നത്. ഇനി വലിയ 2 ഉള്ളി കനം കുറച്ച് നീളത്തിൽ അരിഞ്ഞതും ഇതിലോട്ട് ചേർത്ത് കൊടുക്കാം. ഉള്ളിയുടെ അളവൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് കൂട്ടും കുറക്കാവുന്നതുമാണ്. ഇവിടെ ഞാൻ 250 ഗ്രാം കൂന്തളാണ് എടുത്തിരിക്കുന്നത്. അതിലേക്കുള്ള ഉള്ളിയാണ് എടുത്തിരിക്കുന്നത്. ഇനി ഇത് നല്ലോണം ഒന്ന് വഴറ്റിയെടുക്കാം. ഇത് പെട്ടെന്നൊന്ന് വഴറ്റി കിട്ടാൻ ഇതിലേക്ക് ഈ റോസ്റ്റിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. 1 ടേബിൾ സ്പൂൺ ഉപ്പാണ് ഇവിടെ ഞാൻ ചേർത്ത് കൊടുക്കുന്നത്. ഈ ഉപ്പും ചേർത്ത് കൊടുത്ത് ഇത് നല്ലോണം ഒന്ന് വഴറ്റിയെടുക്കുക. ഉള്ളി നല്ലോണം വഴറ്റി കിട്ടണം. നല്ല ബ്രൗൺ കളർ ആയതിന് ശേഷം മാത്രമേ ബാക്കി ഇൻഗ്രീഡിയൻസ് ഒക്കെ ഇതിലേക്ക് ചേർക്കാവൂ. ഇനി ഒരു ബ്രൗൺ കളർ ആകുന്നത് വരെ ഒന്ന് വഴറ്റിയെടുക്കാം. ഇതിനു മുമ്പും ഞാൻ കൂന്തൽ റോസ്റ്റിൻ്റെ റെസിപ്പി അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അത് വേറൊരു രീതിയിലാണ് ഞാൻ ഉണ്ടാക്കിയിട്ടുള്ളത്. അത് കാണാത്തവർ പോയി ഒന്ന് കണ്ടു നോക്കൂ, തീർച്ചയായും ഇഷ്ടമായിരിക്കും. അതും വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു കൂന്തൽ റോസ്റ്റ് റെസിപ്പിയാണ്. ഇനി ഇതിലേക്ക് 1/4 ടേബിൾ സ്പൂൺ ചെറിയ ജീരകപ്പൊടിയും 1/2 ടേബിൾ സ്പൂൺ ഗരം മസാലയും 1 ടേബിൾ സ്പൂൺ മുളക് പൊടിയും 1/2 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടിയും 1/4 ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടിയും, ഇത്രയും പൊടികൾ ചേർത്ത് കൊടുത്ത് ഇതൊന്ന് നല്ലോണം വഴറ്റിയെടുക്കാം. 1 മിനിറ്റ് നല്ലോണം ഇതൊന്ന് വഴറ്റിയെടുക്കണം. ഈ പൊടികളുടെ എല്ലാം പച്ച ചുവ മാറുന്നത് വരെ ഇതൊന്ന് വഴറ്റിയെടുക്കാം. ഈ പൊടികളുടെ എല്ലാം പച്ചമണം മാറിയതിന് ശേഷം മാത്രമേ ഇതിലേക്ക് തക്കാളി ചേർത്ത് കൊടുക്കാവൂ. അല്ലെങ്കിൽ ഇതിൻ്റെ ടേസ്റ്റിൽ വളരെ വ്യത്യാസമുണ്ടായിരിക്കും. നല്ലോണം ഒരു 2 മിനിറ്റ് ഒന്ന് വഴറ്റിയെടുക്കാം. ഇനി ഇതിലോട്ട് പഴുത്ത 2 തക്കാളിയാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത്. ഈ തക്കാളിയും ചേർത്ത് കൊടുത്ത് ഒന്ന് വഴറ്റിയെടുക്കാം. ഈ തക്കാളി നല്ലോണം ഇതിൽ കിടന്നൊന്ന് വെന്ത് വഴണ്ടി വരണം. അതിനെ നമുക്കൊന്ന് മൂടി വെച്ച് വേവിച്ചെടുക്കാം. ഇനി ഇതിലോട്ട് ഒരിത്തിരി വെള്ളം ഒഴിച്ചു കൊടുത്ത് ഈ തക്കാളി നല്ലോണം ഒന്ന് യോജിപ്പിച്ച് ഒന്ന് വേവിച്ചെടുക്കണം.
വേണമെങ്കിൽ ഈ തക്കാളി മിക്സിയുടെ ജാറിലിട്ടൊന്ന് പേസ്റ്റ് രൂപത്തിലാക്കി അരച്ചതിന് ശേഷം വേണമെങ്കിലും ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാവുന്നതാണ്. ഇതൊന്നുകൂടി വെന്ത് കിട്ടാനുണ്ട്, അത് കാരണം ഞാൻ മൂടി വെച്ച് ഒന്നുകൂടി വേവിച്ചെടുക്കുന്നുണ്ട്. ഇപ്പോൾ തക്കാളി ഒരുവിധം വെന്തിട്ടുണ്ട്. നല്ലോണം ഒന്ന് ഉടച്ചതിന് ശേഷം ഇതിലേക്ക് നമുക്ക് കഴുകി ക്ലീനാക്കി വെച്ചിരിക്കുന്ന കൂന്തൽ ചേർത്ത് കൊടുക്കാം. കട്ട് ചെയ്ത് ക്ലീൻ ചെയ്ത കൂന്തളാണിത്. 1 കപ്പ് കൂന്തലുണ്ട്. ഇനി ഇതിലോട്ട് ചേർത്ത് കൊടുത്ത് ഈ മസാലയിൽ നല്ലോണം ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഈ കൂന്തലിൽ നിന്നും തന്നെ വെള്ളം ഇറങ്ങി വരുന്നതാണ്, അത് കാരണം ഇതിൽ കൂടുതലായി വെള്ളമൊഴിച്ച് വേവിക്കേണ്ട ആവശ്യമില്ല. കുറച്ച് വെള്ളം മാത്രമേ ഇതിലോട്ട് ഞാൻ ഒഴിച്ചു കൊടുക്കുന്നുള്ളൂ. ഇനി ഉപ്പെല്ലാം പാകമല്ലേ എന്ന് നോക്കിയതിന് ശേഷം ഇത് മൂടി വെച്ച് ഒന്ന് വേവിച്ചെടുക്കാം. ഉപ്പ് കുറവുണ്ടെങ്കിൽ ഈ ടൈമിൽ ഒന്ന് ഇതിലോട്ട് ചേർത്ത് കൊടുക്കണം. ഇപ്പോൾ കൂന്തൽ ഒരുവിധം വെന്തിട്ടുണ്ട്, പക്ഷേ ഇതിലെ വെള്ളം ഒന്നും കൂടി വറ്റി ഡ്രൈ രൂപത്തിലാകണം. അതിനു വേണ്ടി കുറച്ച് നേരം കൂടി ഇതൊന്ന് വേവിച്ചെടുക്കാം. മൂടി വെച്ച് വേവിച്ചെടുക്കാം. ഇപ്പോൾ ഇതൊരുവിധം വെന്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കഴുകിയ 1 പിടി കറിവേപ്പില ചേർത്ത് കൊടുത്ത് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. അങ്ങനെ കൂന്തൽ റോസ്റ്റ് ഇവിടെ റെഡിയായി. ഈ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. പുതിയൊരു വീഡിയോയുമായി വരുന്നത് വരെ അസ്സലാമു അലൈക്കും.